ഹലോ ഗൈസ്, ഞങ്ങളുടെ ഡേ 2 ആണ് ഡൽഹി. നമ്മൾ ഇന്ന് അത്യാവശ്യം കുറച്ച് സ്ഥലത്ത് പോകണം. ആദ്യമേ നമ്മൾ പോകാൻ പോകുന്നത് റെഡ് ഫോർട്ടിലാണ്. ഞങ്ങൾ കണ്ട് റെഡിയായി. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അനുശ്വരി കയറി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ ഇട്ടതാണ്. അതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഇതാണ്. ഞങ്ങൾ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ട് എണീറ്റ്. നമുക്ക് ആദ്യമേ അപ്പം റെഡ് ഫോർട്ടിൽ വെച്ച് കാണാം ഗൈസ്. ബൈ. അണ്ട ഗൈസ്, ഞങ്ങൾ റെഡ് ഫോർട്ടിൽ വന്നു. മഞ്ഞല്ലേ ഇത്? മഞ്ഞല്ല, പൊല്യൂഷൻ തന്നെയാണോ? എന്തായാലും റെഡ് ഫോർട്ട് നല്ലപോലെ കാണാൻ പറ്റില്ല. ഒരു പുഹമാതിരി ഉണ്ട് ഈ കാണുന്ന കണക്കാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ലവണ്ണം കാണാൻ തോന്നുന്നു. ഗൈസ്, റെഡ് ഫോർട്ട് നോക്കി അകത്തോട്ടുണ്ടല്ലേ. കൊള്ളാം. കടയാണോ? കടയും ഉണ്ട്. ഒരു കട അങ്ങോട്ടുണ്ട്. നല്ല രസമുണ്ട്. ഒരു ഗാർഡൻ അവിടെ. അങ്ങോട്ടും പോയി നോക്കാവേ. നോക്കേ, കൊള്ളാല്ലേ ഇത്? അറിഞ്ഞൂടെ, എന്തായാലും കൊള്ളാം. നല്ല രസമുണ്ട്. നല്ല വലിയതല്ലേ ഗൈസ്? ഇതാണ് എന്താണ് റെഡ് ഫോർട്ടിന്റെ അകത്ത്. നമ്മൾ റെഡ് ഫോർട്ടിന്റെ അകത്ത് തന്നെയല്ലേ? അതുകൊണ്ട് അവിടെ ഗാർഡൻ ഒക്കെ ഉണ്ട്. അത് കൊള്ളാം. ഫുള്ളൊരു മഞ്ഞ് മൂടി കിടക്കുന്നു അല്ലേ? മഞ്ഞാണോ എന്തോ? ഇനി അകത്തോട്ട് എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടോന്ന് കാണിക്കാം. ഉണ്ടെങ്കിൽ കാണിക്കാം. പറയുന്നത് അതായത് ഷാജഹാന്റെ ക്യാപിറ്റല് ഷാജഹാനാബാദിലോട്ടാക്കിയപ്പോൾ, മുഗൾ എംപയറിന്റെ ക്യാപിറ്റൽ ഷാജഹാനാബാദിലോട്ടാക്കിയപ്പം ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ ഫോർട്ടായിട്ട് പണിതാണ് റെഡ് ഫോർട്ട്. ഏകദേശം 9 years എടുത്താണ് ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ആവുന്നത്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇത്രയും കുറേ ഉണ്ട് ഗൈസ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതാണ് ദിവാനിയാം. ഇതിനെപ്പറ്റി നേരത്തെ അവിടെ എന്തൊക്കെയോ കുറേ വായിച്ചായിരുന്നു. പാർവ വായിച്ചു. എന്ത് വായിച്ചത്? ദിവാനിയാം എന്ന് പറയുന്നത് ഇവിടാണ് കിങ് എംപറർ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ ഒരു മാർബിൾ അതിനകത്തിലാണ് കിങ് ഇരിക്കുന്നത്. തൊട്ട് താരെ വാസർ, അതായത് പ്രൈം മിനിസ്റ്റർ ഇരിക്കും. അവിടെ ഇരുന്നാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഇവിടുത്തെ പബ്ലിക്കിനെ മീറ്റ് ചെയ്യുന്നത്, അവരുടെ ഗ്രീവൻസസ്, അതായത് അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിന് തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ഇവിടെയാണ്. അതായത് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളൊരു ഹോളാണ്. മൊത്തം 9 gateways എന്നാണ് എഴുതിയേക്കുന്നത്. ഇതിന് മൊത്തം 9 gateways ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇതിൽ ബേർഡ്സിനെയും പിന്നെന്താണ് കുറേ ഫ്ലവേഴ്സിനെയൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ കുറേ മൾട്ടി കളർഡ് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്ലോറിഡ എന്നുള്ളൊരു ജുവലർ, ഇവരുടെ പേര് ഞാൻ പറഞ്ഞത്, ഫ്ലോറിഡ എന്നുള്ള ജുവലർ അത് എക്സിക്യൂട്ട് ചെയ്തെന്നാണ് അവർ ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അത് ഒരു ബംഗാൾ റൂഫ് ഉണ്ട്. അതായത് അതെന്ന് പറഞ്ഞൊരു മാർബിൾ കനോപ്പിയാണ്. അതിൻ്റെ മുകളിലാണ് ബംഗാൾ റൂഫായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അവിടെ എംപററിന്റെ ത്രോൺ അതിൻ്റെ താഴെ, തൊട്ട് താഴെയാണ് വാസർ ഇരിക്കുന്നത്. ഈ വാസറും എംപററും ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് ഗോൾഡ് ഇത് വെച്ച് ഫുള്ള്, പ്രൈം മിനിസ്റ്റർ. അപ്പം ഇവിടെ ഫുള്ള് ഗോൾഡൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇല്ല, അതെല്ലാം കൊണ്ടുപോയി. കൊള്ളാല്ലേ പ്രാവ് പറക്കുന്നേ? അയക്കണേ. ഗൈസ്, ഈ കാണുന്നതിന് കനാൽ ഓഫ് പാരഡൈസ് എന്നാണ് പറയുന്നത്. എന്താണ് ഇതെന്തോ എഴുതിയത്? പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞൂടെ. ഇതെന്ന് പറയുന്നത് ഈ ഒരു റെഡ് ഫോർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഈ ഇവിടുന്നായിരുന്നു എന്താണ് എല്ലായിടത്തും ഉള്ള വാട്ടർ സപ്ലൈ കൊടുത്തിരുന്നത്. ഇൻറ്റീരിയേഴ്സിനും ഗാർഡൻസിനും എല്ലാം ഇവിടുന്നാണ് വാട്ടർ സപ്ലൈ പോയിരുന്നത്. പോരാത്തതിന് ഇതൊരു എയർ കണ്ടീഷണർ പോലായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ആ കാണുന്ന എയർ കണ്ടീഷണർ പോലെ പ്രവർത്തിച്ചിരുന്ന സാധനമാണ് നമ്മൾ ഈ കാണുന്നത്. അന്ന് ഈ കറണ്ട് അങ്ങനത്തെ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കനാൽസ് ഒക്കെ വഴിയായിരുന്നു ഫുൾ വെള്ളം. വാട്ടർ ടാങ്കിൽ നിന്ന് ചാലുകൾ വെട്ടി ഓരോ സ്ഥലത്തോട്ട് എത്തിക്കും. ഇതല്ലേ രംഗ് മഹൽ. കാരണം ഇത് കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു ഇതിന്, അതുകൊണ്ട് ഇതിനെ രംഗ് മഹൽ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ലാർജസ്റ്റ് ആണ്. റോയൽ അപ്പാർട്ട്മെന്റ്സിൽ ഏറ്റവും ലാർജസ്റ്റ് ആണ്. 6 അപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇംതിയാസ് മഹൽ കാണുന്നതാണ് ദിവാനി ഖാസ്. ഇതിനെപ്പറ്റി അങ്ങനെ വലുതായിട്ട് അറിഞ്ഞൂടാ. നമ്മളിത് പഠിച്ചിട്ടുള്ളയാ, അപ്പം മറന്നുപോയി. ഇത് പേഴ്സണൽ മിനിസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നുന്നത്. നമുക്കപ്പോ അവിടെ പ്രാവ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. കൊള്ളാം. അതുകൊണ്ടൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് രാജാവിന്റെ പ്രൈവറ്റ് പാലസ് ആയിട്ടുള്ളത്, ഖാസ് മഹൽ. ഖാസ് മഹലാണ്
പുള്ളിക്കാരൻ്റെ ഗ്രൗണ്ടിൽ എന്തോ മറ്റേ ആനിമൽസ് ഉണ്ടല്ലോ, ലയൺ, എലിഫന്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഒരു ഫൈറ്റ് ഓർഗനൈസ് ചെയ്തിരുന്നു റോയൽസിന് എൻജോയ് ചെയ്യാനായിട്ട്. ഇതെന്തോ മോത്തി മസ്ജിദ് ആണ് ഗൈസ്. മോത്തി മസ്ജിദ് ഔറംഗസേബിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാ. ഇത് രണ്ട് ഹിന്ദു കലണ്ടർ അനുസരിച്ചുള്ള 2 റെയിനി സീസൺസിന്റെ ഇതിന്റെ നെയിമിലാണ് സവാൻ ആൻഡ് ബഹദൂർ എന്ന് പറഞ്ഞ പേരിട്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നതായിരുന്നു. ഭയങ്കര ഹൈ ഓർണമെന്റ്സും മിറേഴ്സും ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്ന 2 പവലിയൻസ് ആയിരുന്നു സവാൻ ആൻഡ് ബഹദൂർ. അതപ്പോൾ അത്രയുള്ളല്ല ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ റെഡ് ഫോർട്ട് കണ്ടിറങ്ങി പുറത്തിറങ്ങി. ഇനി ജമാ മസ്ജിദിലോട്ട് പോവുക. അവിടെ നിന്നൊരു ബാഗ് മേടിച്ചായിരുന്നു റെഡ് ഫോർട്ടിൽ നിന്ന്. കൊള്ളാവോ? ഹലോ ഗൈസ്, ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഞങ്ങളെല്ലാവരും ഓരോരോ കിറ്റ് ചെയ്ത് എല്ലാവരുടെ കയ്യിലും. അതെ, ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് പിന്നെ റെഡ് ഫോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പാനിപൂരി കഴിച്ച്. ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് കോട്ടായിരുന്നു. അത് പട്ടി എടുത്ത ഗിഫ്റ്റാണ്. അതെ, പട്ടി വന്ന് കടിച്ചിട്ട് പോയി അനുസരേനെ. കൊണ്ടില്ലെന്ന് തോന്നുന്നു. ഇനി അത് ഹോട്ടലിൽ ചെന്നിട്ട് നോക്കണം. ഇനി ഞങ്ങള് നേരെ ജമാ മസ്ജിദിലോട്ട് പോവുക. ഇത്ര നേരം ഇച്ചിരി ലാഗായി ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് മാർക്കറ്റിലാണ്. ഞങ്ങൾ ഏതോ ഒരു മാർക്കറ്റിന്റെ അകത്ത് നിൽക്കും, ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുക ഗൈസ്. ഇതുവരെ ജമാ മസ്ജിദിൽ പോയില്ല. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടേ പോത്തോളൂ ഗൈസ്. ഞങ്ങളങ്ങനെ ജമാ മസ്ജിദിൽ നടന്നാണ് വന്നേ. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം കഷ്ടപ്പെട്ട് ഞങ്ങൾ ജമാ മസ്ജിദിലെത്തി ഗൈസ്. ഞങ്ങൾ ജമാ മസ്ജിദിൽ വന്ന് അകത്ത് കയറി. അതാ നല്ല വലിയ ഗ്രൗണ്ട്. നൈറ്റൊക്കെ നല്ല തണുപ്പായിരിക്കും അല്ലേ ഇവിടെ? കൊള്ളാം. ഹലോ ഗൈസ്, ഇവിടെ ചെരുപ്പിട്ടൂടാ. ചെരുപ്പ് കൈ പിടിക്കാൻ പറഞ്ഞ് ഫുള്ള് സാധനങ്ങളെല്ലാം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടന്നത്. ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. ഞാൻ ഇവിടെ ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങളൊക്കെ എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു വെള്ളം പോലുണ്ട്. എന്തുവെന്ന് അറിഞ്ഞുകൂടാ. കൈ ഇതാണ്ട് അവിടെ ഒരാളിരുന്ന് കഴുകിയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ രാജ്ഘട്ടി വന്ന് നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ. എൻ്റെ പൊന്നെ, ഒടുക്കത്തെ ട്രാഫിക് എന്ന് വെച്ചാൽ എത്ര നേരം ഇരുന്നെന്നറിയാമോ? ഊബർ വരാനും ഭയങ്കര പാടായിരുന്നു. ഒടുക്കത്തെ ട്രാഫിക്. അങ്ങേർക്ക് വരാനും പാടായിരുന്നു. ഇല്ല എന്നിട്ട് ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ ഇവിടെ. ഇനി നോക്കണം. ഇനി ബാക്കിയുള്ളിടത്ത് പോകണം. ഇവിടെ എൻട്രി ഫ്രീയാണ്, പക്ഷേ ചെക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ. നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്ത് ബാഗും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടേ വിടത്തോളൂ. അപ്പം ഞങ്ങൾ ബാക്കി കാണിച്ചു തരാം. ഇവിടെ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത്തിരി സമാധാനം ഉണ്ട്. ആ ഒരു ട്രാഫിക്കിൽ ഉണ്ട്. നല്ല സമാധാനമുണ്ട്. അതാണ് ഗാന്ധി സ്മൃതി. ഗാന്ധി സ്മൃതിയാണത്. അത് ഗാന്ധി സ്മൃതി. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകണം. ആ തീ എന്തോ അണയത്തില്ലെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. അറിഞ്ഞൂടെ എന്തുവാണ്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഇനി ഗൈസ്. ഇവിടെ കാല് ചവിട്ടിയപ്പം തന്നെ നല്ല സുഖമല്ലേ? നല്ല തണുപ്പ്. ഇവിടെ ഇരിക്കാൻ തോന്നുന്നു കുറച്ചു നേരം. നല്ല സീനറി. ഇവിടെ അധികം ആൾക്കാരില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഭയങ്കര ക്രൗഡില്ല, കുറവാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ. ഗൈസ്, ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അത് 5:30 വരെ ഉള്ളൂ. എത്തുമെന്ന് അറിഞ്ഞൂടെ ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക്. എത്തിയില്ലെങ്കിൽ പിറ്റേ ദിവസം പോവും. അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നങ്ങ് നേരെ ഹോട്ടലിൽ പോവുമായിരിക്കും. നോക്കട്ടെ, എത്തുമെങ്കിൽ കാണിച്ചു തരാം. ലോട്ടസ് ടെമ്പിളിലേക്ക് ഫ്രീ എൻട്രിയാണ്, പക്ഷേ 5:30 വരെ ഉള്ളൂ. ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് 5:30 വരെ എനിക്കറിഞ്ഞൂടാ, ഒത്തിരി സമയം എടുക്കും. ഇവിടെ തന്നെ വരാൻ നല്ല സമയം എടുക്കും. കുറേ ടൈം ഇങ്ങനെ ആ ഒരു ട്രാഫിക്കിൽ കിടന്നതാണ്. എന്തായാലും നോക്കാം ഗൈസ്. ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൽ വന്ന് നല്ല ക്യൂ ഉണ്ട്. അങ്ങനെ അവിടെ നിൽക്കുക ഗൈസ്. ഞങ്ങളങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് കയറി. നല്ല ക്യൂ ആയിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് എത്രയും ക്യൂ ഇതുകൊണ്ട്. അവിടാണ് ടെമ്പിൾ. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, നല്ല ഗാർഡൻ. നല്ല തണുപ്പുണ്ട് ഇവിടെ. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ ലോട്ടസ് ടെമ്പിളിൽ വന്ന് ബാക്കിൽ ഇതിപ്പം അടച്ചിട്ടേക്കോ, എന്തോ പ്രെയറിനൊക്കെ വേണ്ടിയിട്ട് അടച്ചിട്ടേക്കോ. പ്രേയറിനോ? ആ ഫ്രണ്ട് എന്തോ അങ്ങനെ എഴുതി കാണിച്ച്. ഫ്രണ്ടിൽ അവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു.
കയറാൻ പറ്റുമോ നോക്കട്ടെ, കയറാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ ഇത് ക്ലോസ്ഡാണ്. ഞങ്ങളിപ്പം ക്യൂ ആയിട്ടൊക്കെ വിളിച്ചു നിർത്തി പറഞ്ഞ് ഇത് ക്ലോസ്ഡാണ്, പ്രെയറിൻ്റെ എന്തോ ഇതിന് വേണ്ടിയിട്ട് എത്ര 1-2 മാസത്തേക്ക് ഈ ഒരു ഇത് ക്ലോസ് ആയിരിക്കും. ഇവിടെ വോളണ്ടിയേഴ്സൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞു തരും എന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൻ്റെ താഴെയാണുള്ളത്. അതുകൊണ്ട് ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്, പൂള് മാതിരി. മരം കൊള്ളാം, ഓക്കെ, നല്ല രസമുണ്ട്, നല്ല ഫ്ലവേഴ്സ് കൊള്ളാം അല്ലേ ഗൈസ്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ഇതെന്തോ സ്പൈസി മസാല ചിക്കൻ ബിരിയാണി അങ്ങനെ എന്തോണ് പേര്. എൻ്റെ കണ്ണ് കണ്ടോ ഗൈസ്, എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര എരിയൊന്നുമില്ല, പക്ഷേ നല്ലോണം കണ്ണ് നിറയും. എല്ലാവരും കരഞ്ഞോണ്ടാണ് കഴിക്കുന്നത്. എന്താ പറഞ്ഞോടൊക്കെ അത് നമ്മൾ കരഞ്ഞോണ്ടാണ് കഴിക്കുന്നത്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പാലിക ബസാറിൽ പോകും. അവർ രണ്ടുപേരും ഇവിടെ കിടക്കുക. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എടുക്കാം. ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് കാണിക്കാം. ഇത് റെഡ് ഫോർട്ടിൻ്റെ പുറത്തുനിന്ന് മേടിച്ച്. ഇതിന് ആകെ നല്ല രസമാണ്. ഇതിനാണെങ്കിൽ നമുക്ക് ഇളക്കി മാറ്റാം. എന്നാണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇളക്കി മാറ്റാനുള്ള ഉണ്ട്. വേണമെങ്കിൽ അതും ചെയ്യാം, അല്ലാതെ ഇടുകയും ചെയ്യാം. 2 ബാഗ് മേടിച്ചു. ഇതൊരു ബാഗ്. ഇത് റെഡ് ഫോർട്ടിൻ്റെ അകത്തുനിന്ന് മേടിച്ചതാണ്. 3 ഉറയുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്കിത് 2 ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ബാഗ് മേടിച്ചു, അതും അടിപൊളിയാണ്. ഇങ്ങനെ പേഴ്സ് മാതിരി ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് പോലെ ഇതിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. 2 ഉറയൊക്കെ ഉള്ളതാണ്. ഇത് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു സ്റ്റൈലിഷ് മോഡലാണ്. ഇതും നല്ല ഇത് രണ്ടും ഒരേ സ്ഥലത്തു നിന്നാണ് ഗൈസ് മേടിച്ചത്. എയർപോർട്ടിൻ്റെ പുറത്തുനിന്നാണ് മേടിച്ചത്. പക്ഷെ നല്ല എന്താണ് ക്വാളിറ്റി ഉണ്ട്. 2നും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റെഡ് ഫോർട്ടിൻ്റെ അകത്തുനിന്നാണ് മേടിച്ചത്. ഇത് ഒരു പേന ഞാൻ കാണിച്ചത്, തോക്കിൻ്റെ പേന. ഇങ്ങനെ വെക്കാൻ പറ്റും. ഇങ്ങനെ കണ്ട പിള്ളേർക്കൊക്കെ ഇതിങ്ങനെ എന്നിട്ട് സ്റ്റാൻഡിങ് പോലെ ഇങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് പേനയാണ്. ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ഞങ്ങൾ അവിടുന്ന് മേടിച്ചോളൂ, പിന്നൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് പാലിക ബസാറിൽ പോയില്ല. പാർവതിക്കൊട്ടും വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് നാളെ പറ്റുമെങ്കിൽ പോകണം. ടൈം ഉണ്ടെങ്കിൽ നാളെ ഹുമയൂൺ ടൂംബ്, കുത്തബ് മീനാർ, പാലിക ബസാർ അവിടെയൊക്കെ പോകണം. ഇന്ന് പോയില്ല. ഇനി ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നും ഇന്നിനി പോകുന്നില്ല. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഡേ കഴിഞ്ഞു ഗൈസ്. ബൈ.